പൊതുസമൂഹത്തിനും ക്രൈസ്തവർക്ക് പ്രത്യേകിച്ചും നിഷേധിക്കപ്പെട്ട അടിസ്ഥാന അവകാശങ്ങളെ എണ്ണി പറഞ്ഞും ആ നിഷേധാത്മക രാഷ്ട്രീയത്തെ വിചാരണ ചെയ്തും കടന്നുപോയൊരു യാത്ര ഇന്ന് സമാപിക്കുകയാണ്. കാസർഗോഡ് നിന്ന് കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങിയ 12 ദിവസത്തെ അവകാശ സംരക്ഷണ യാത്ര ഇന്ന് തിരുവനന്തപുരത്തെത്തുമ്പോൾ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാത്ത രാഷ്ട്രീയത്തെ അംഗീകരിക്കില്ല എന്ന പ്രഖ്യാപനമായി അത് മാറും. ഭരണകൂടങ്ങൾ വന്യജീവികളെക്കാൾ വിലകെട്ടവരായി കണ്ട കർഷകരുടെയും ഭരണകൂട പിന്തുണയുള്ള വർഗീയ തീവ്രവാദ സംഘടനകളാൽ പീഡിതരായ ന്യൂനപക്ഷങ്ങളുടെയും ഭരണകൂട പക്ഷപാതിത്വം അനുഭവിക്കുന്ന പരിവർത്തിത ക്രൈസ്തവരുടെയും ശബ്ദമാകാൻ AKCC നടത്തിയ ശ്രമം അനിവാര്യമായൊരു രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മാറ്റം അനിവാര്യമാണ്. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന യാത്രയുടെ ലക്ഷ്യങ്ങൾ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കുമുള്ള അടിസ്ഥാന ആവശ്യങ്ങളാണ്. BJP സർക്കാരുകൾ കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പിൻവലിക്കുക, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന വർഗീയ സംഘടനകളെ നിലക്കി നിർത്തുക, രാജ്യപുരോഗതിയുടെ ചാലകശക്തിയായിരുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന വർഗീയ ആക്രമണങ്ങളും കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന തീവ്രവാദ അജണ്ടകളും തടയുക, പാഠപുസ്തകങ്ങളിലെ ക്രൈസ്തവ വിരുദ്ധ അപനിർമ്മിതികൾ തിരുത്തുക, 80:20 അനുപാതത്തിലുള്ള സ്കോളർഷിപ്പിനെതിരെയുള്ള ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ സംസ്ഥാനം സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ പിൻവലിച്ച് നീതി ഉറപ്പാക്കുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുക, ദളിത് സംവരണം പരിവർത്തിത ക്രൈസ്തവർക്കും ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഈ രാജ്യത്തിന്റെ മതേതര ഘടനയ്ക്ക് സംഭവിച്ച പരിക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. കർഷകരും അധ്യാപകരും ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന്റെയും മലയോരങ്ങളിലെയും വിഴിഞ്ഞത്തെയും മുനമ്പത്തെയും മനുഷ്യരുടെയും നഷ്ടജീവിതവും യാത്രയിൽ ഉയർത്തിക്കാട്ടി. മനുഷ്യവിരുദ്ധമായി മാറിക്കഴിഞ്ഞ വനം വന്യജീവി നിയമങ്ങൾ തിരുത്തുക, തെരുവുനായ ശല്യം പരിഹരിക്കുക, പട്ടയമടക്കം മതിയായ രേഖകളുള്ള ഭൂമി പോലും പിടിച്ചെടുക്കാൻ വനംവകുപ്പിന് അനുമതി നൽകുന്ന ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് ഭേദഗതി നിയമം പിൻവലിക്കുക, തകർന്നടിഞ്ഞ കാർഷിക മേഖലയെ രക്ഷിക്കുക, പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയ താങ്ങുവില റബ്ബറിന് നൽകുക, കർഷകരെ പാപ്പരാക്കിയ നെല്ല് സംഭരണ ശൈലി പരിഷ്കരിക്കുക, വനംവകുപ്പിന്റെ കുടിയിറക്ക് കുതന്ത്രങ്ങൾ അവസാനിപ്പിക്കുക, കർഷക കുടിയേറ്റത്തിന്റെ ചരിത്രവും നേട്ടങ്ങളും പഠിപ്പിക്കുക, ഭിന്നശേഷി സംവരണത്തിന്റെ മറവിൽ സംസ്ഥാനം ഇല്ലാതാക്കിയ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, വനാതിർത്തികളിലെ ബഫർ സോൺ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുക, EWS സംവരണത്തിന്റെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ OBCയുടേതിന് തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇനി അവഗണിക്കാനാകില്ല. ഇതിൽ ഒരാവശ്യമെങ്കിലും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കോ പുരോഗതിക്കോ വിലങ്ങുതടിയാണെങ്കിൽ പറയണം. കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിച്ച ആവശ്യങ്ങൾ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവഗണിച്ച രാഷ്ട്രീയക്കാർക്കുള്ള കുറ്റപത്രമായി മാറിയെങ്കിൽ തിരുത്തിയേ തീരും. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാത്ത സംഘടന പ്രക്ഷോഭതുല്യമായ യാത്രക്കിറങ്ങിയത് നീതിക്ക് വേണ്ടി മാത്രമാണ്. അധികാരത്തിന്റെ ബധിരകരണങ്ങളിലേക്ക് ചിലതൊക്കെ ഉറക്കെ പറയാനാണ്. പാവപ്പെട്ട കർഷകരും ദരിദ്രരും വന്യജീവി ഇരകളുമൊക്കെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളാണിതല്ല. എന്നിട്ടും പ്രകടന പത്രികകളെയും വാഗ്ദത്ത പ്രസംഗങ്ങളെയും ഒക്കെ മുന്നണികൾ വഞ്ചനയുടെ ചരിത്ര രേഖകളാക്കി മാറ്റുകയാണ്. ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ തങ്ങളുടേതല്ല എന്ന് കരുതുന്ന രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടേതാണ് എന്ന് കരുതേണ്ട ആവശ്യം ക്രൈസ്തവർക്കും ഇല്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വർഗീയ തീവ്രവാദ മുഖംമൂടികളില്ലാത്ത കർഷക വിരുദ്ധമല്ലാത്ത സർക്കാരുകൾ അസാധ്യമല്ല. അതിന് തടസ്സമാകുന്ന രാഷ്ട്രീയം തിരുത്തണം. AKCC ഉന്നയിച്ച നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. തങ്ങൾക്ക് വേണ്ടി അധികാരം പിടിക്കണമെന്ന് ഒരു മുന്നണിയോടും കത്തോലിക്ക കോൺഗ്രസ് ഉത്തരവിട്ടതായി കേട്ടിട്ടില്ല. പക്ഷേ അധികാരം തങ്ങളെ ചവിട്ടി തേക്കാനാണെങ്കിൽ കീഴടങ്ങില്ലെന്ന ശബ്ദം കാസർഗോഡ് മുതൽ കേൾക്കുന്നുണ്ട്. സീസറിനുള്ളത് കൊടുത്തിട്ടും നീതി കിട്ടാത്തവരുടെ ശബ്ദം.